ഓക്കെ, നമുക്ക് ഇന്ന് ട്രിഗണോമെട്രിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഏകദേശം നമ്മൾ തിയറീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ട്രിഗണോമെട്രിയിൽ ഏകദേശം പഠിപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ചെയ്തു പോവാം. അതിനകത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടെ കുറേ വർക്ക് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തെടുക്കുന്നതിലാണ് കാര്യം. അതിൻ്റെ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക. വീട്ടിൽ പോയിരുന്നല്ല, വീട്ടിൽ തന്നെയല്ലോ ഫുള്ള്. അപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക. തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അഡീഷണൽ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലുള്ള ബാലൻസുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യുക. ഡൗട്ടുള്ളത് ഗ്രൂപ്പിലോ എനിക്ക് പേഴ്സണലായിട്ടോ മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഒരു പാരലോഗ്രാം തന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പടം വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. എന്ത് ചെയ്യാം, പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താണെന്നറിയാം, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്തറിയാം, BH. എന്താണ് പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? BH. എന്താണ് B? ബേസ് എത്ര? 4. H എത്ര? 2 അല്ല. പിന്നെന്താണ് H എന്ന് പറയുന്നത്? ഈ സാധനമാണ് H എന്ന് പറയുന്നത്. ഈ പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്ന ഈ സാധനമാണ് എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ടാവുമല്ലോ. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ നമുക്ക് അറിഞ്ഞൂടെ? എത്ര? 45. അപ്പോൾ 45 വെച്ചിട്ട് അതിൻ്റെ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആ H കിട്ടിയാൽ പോലെ നമുക്ക്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പേര് കൊടുത്തേക്കാം, ABCDE. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇൻ ട്രയാങ്കിൾ AED എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. എന്തറിയാം? ഹൈപ്പോട്ന്യൂസ് അറിയാം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ന്യൂസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോ ആണ്? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വരുന്ന റേഷ്യോ ഏതാന്ന് നോക്കുക. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വരുന്ന റേഷ്യോ ഏതാ? സൈൻ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? സൈൻ 45. എന്താണ്? സൈൻ 45 ഈക്വൽ ടു H ബൈ എന്ത്? AD. അപ്പോൾ അതിൻ്റെ അകത്ത് H കണ്ടുപിടിച്ചൂടെ? അപ്പോൾ സൈൻ 45ൻ്റെ വില എന്തോ പറഞ്ഞത്? സൈൻ 45ൻ്റെ വില നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം എല്ലാത്തിൻ്റെ വാല്യൂസ് കാണാൻ പഠിക്കണമെന്ന് പറയുന്നത് ഇതിനായിരുന്നു. അപ്പോൾ സൈൻ 45ൻ്റെ വില എന്തുമായിരുന്നു? നമ്മൾ സൈൻ്റെ വാല്യൂസ് പറഞ്ഞെന്തോ? 0, 1/2, 1/√2, √3/2. അപ്പോൾ എന്തായിരിക്കും സൈൻ 45? 1/√2. അപ്പം സൈൻ 45ൻ്റെ വാല്യൂ എടുത്ത് കൊടുക്കുക. 1/√2 ഈസ് ഈക്വൽ ടു H എത്ര? H അറിഞ്ഞൂടാ. H ബൈ AD എത്ര? AD 2 തന്നെ. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? √2 ഇൻറ്റു H ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്ത് ചെയ്യും? ദെയർഫോർ H ഈസ് ഈക്വൽ ടു 2/√2. 2/√2. അപ്പോൾ 2/√2 എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും? നമുക്കറിയാം ഈ ഇറാഷണൽ നമ്പർ √2 എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യരുത്? താഴെ ഡിനോമിനേറ്ററിൽ കിടക്കരുത്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു √2 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്ത് വരും? മുകളിൽ 2 ഇൻറ്റു √2 2√2 ബൈ √2 ഇൻറ്റു √2 2. അപ്പോൾ ആ 2ഉം 2ഉം വെട്ടി. ബാക്കി ആരുണ്ട്? √2. ദെയർഫോർ H ഈസ് ഈക്വൽ ടു എന്തോ ഇവിടെ √2 എന്നാണ്. ഓക്കെ, H ഈസ് ഈക്വൽ ടു √2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈസ് ഈക്വൽ ടു BH. B എത്ര? 4 ഇൻറ്റു H എത്ര? √2. അപ്പം എത്ര വരും? 4√2. അപ്പോൾ ഈ
പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ എച്ച് കണ്ടുപിടിക്കുക ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ഫിഗർ തന്നിട്ട് എൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അതിൻ്റെ അകത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും നമുക്കുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നിങ്ങളുടെ ജോലി. എവിടെയെങ്കിലും എന്ത് കാണും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കണ്ടുപിടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ തപ്പിപ്പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ബാക്കിയുള്ള നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ കിട്ടും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എവിടെയെങ്കിലും കാണും. കാരണം നമ്മളെ പാഠത്തിൻ്റെ പേരെന്താണ്, ട്രിഗണോമെട്രി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതിൻ്റെ അകത്ത് a rectangular board is to be cut along the diagonal and pieces are rearranged to form an equilateral triangle as shown below. The side of the triangle must be 50 centimeter. What should be the length and breadth of the rectangle? Okay, അതായത് ഒരു റെക്റ്റാങ്കിളിനെടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ റെക്റ്റാങ്കിളിനെടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇത് റെക്റ്റാങ്കിൾ, അതിനെ ഇങ്ങനെ കട്ട് ചെയ്തു, എന്നിട്ട് അതിനെ എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചു. ഓക്കെ, അതായത് ഈ സൈഡെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ എന്താ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ്, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, 50 ആയിരിക്കണം. ആ ട്രയാങ്കിളിൻ്റെ സൈഡ് 50 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എവിടെ വരൂടെ, 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ വരത്തില്ലേ, ഈ സൈഡല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് 50. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, ഇനി എന്ത് വരും, ഇത് എന്ത് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞത്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കത്തില്ലേ. ഓക്കെ, 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 90 ആണ്. അപ്പോൾ ഇവിടെ ബാക്കി എത്ര ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കത്തില്ലേ, ഇവിടെയും 30, ഇവിടെയും 30, അങ്ങനെ ആയിരിക്കത്തില്ലേ. 30, 30, 60 തന്നല്ലോ, 30, 30, 60. അപ്പോൾ ഇവിടെ ഏതെങ്കിലും, ഇവിടെ എത്ര വരും, 60 വരും. ഇവിടെ എത്ര വരും, 30 വരും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായോ, ഉണ്ടായി. വേണമെങ്കിൽ പേര് കൊടുക്കാം, ABCD. ഓക്കെ, അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടായോ, ഉണ്ടായി. അതിൻ്റെ ആംഗിൾസ് ഉണ്ടോ, ഉണ്ട്. ഒരു സൈഡ് ഉണ്ടോ, ഉണ്ട്. നമുക്ക് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ് വേണ്ടത്. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പേരെന്തുവാ, ഇൻ ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC ഏതെടുക്കാം, 30 എടുക്കാം. 30 വേണമെങ്കിലും എടുക്കാം, 60 വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് 30 എടുക്കാം. സൈൻ, അപ്പം ഇതിൻ്റെ അകത്ത് ഹൈപ്പോട്ടന്യൂസ് ആണ് ഉള്ളത്. ഏതൊക്കെ വേണം, ഓപ്പോസിറ്റ് സൈഡും വേണം, അഡ്ജസ്റ്റൻ്റ് സൈഡും വേണം, രണ്ടും വേണം. അതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ആദ്യം സൈൻ എടുക്കാം. സൈൻ 30 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്നല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ആരാ, BC ബൈ AC. സൈൻ 30 എന്തോരും, BC ബൈ AC. സൈൻ 30ൻ്റെ വില എത്രയാ, 1/2. BC എത്ര, അറിഞ്ഞൂടാ. AC എത്ര, 50. ഓക്കെ, നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × BC. 2BC = 1 × 50. അപ്പം therefore BC = 50/2. എത്ര വരും, 25. അപ്പം BC കിട്ടി എത്ര, 25. മനസ്സിലായോ? ഇനി അടുത്ത ഏതെടുക്കണം, AB ആണ്. AB കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ സൈൻ അല്ലേ എടുത്ത്, ഇനി അടുത്ത് cos 30 എടുക്കാം. cos 30 എടുക്കുമ്പോൾ cos 30 = എന്ത് വരും, AB/AC. cos 30യുടെ വില എത്രയാ,
√3/2. cos 30യുടെ വില എന്ന് പറയുന്നത് എത്ര വരും? √3/2. അപ്പോൾ √3/2 എടുക്കുമ്പോൾ എന്ത് വരും? എ ബി അറിഞ്ഞൂടാ. AB/AC എത്ര? 50. നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × AB ഈസ് ഈക്വൽ ടു 50 × √3. ഓക്കെ, ഇനി എന്ത് ചെയ്യും? AB ഈസ് ഈക്വൽ ടു 50 × √3/2. അപ്പം ഈ 2 50 കൂടെ വെട്ടുമ്പോൾ എത്ര വരും? 25 √3. ഓക്കെ, അപ്പം AB എന്ന് പറയുന്നത് 25 √3-യും BC എന്ന് പറയുന്നത് എത്രയും വന്നു? എത്ര വന്നു? 25 വന്നു. അപ്പോൾ 25-ഉം 25-ഉം 25 √3-യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം നമ്മൾ എന്തായിട്ട് എടുക്കുക? ലെങ്ത് ആയിട്ട് എടുക്കുക, മറ്റത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒന്ന് ലെങ്തും ഒന്ന് ബ്രെഡ്ത്തുമായിട്ട് എടുക്കുക. അപ്പോൾ 25 എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുത്താൽ 25 √3 എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ക്വസ്റ്റ്യനുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The length of two sides of a triangle are 8 cm and 10 cm. The angle between them is 40 degree. Calculate its area. What is the area of triangle with the sides of same length but angle between them is 140 degree? Okay, length of two sides of a triangle are 8 and 10. ഒരു ട്രയാങ്കിളിൻ്റെ ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളെന്ന് പറയുന്നത് 10ഉം 8ഉമായിട്ട് എടുക്കുക. 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 40 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഓഫ് ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. ഓക്കെ, അപ്പോൾ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ, ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ത് വേണം? ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ½ BH. അപ്പം B എന്ന് പറയുന്നത് ഏതാണ്? ഈ 10 ആണ്. H എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം H എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇതാണ് എന്തെന്ന് പറയുന്ന H എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക ഇതിൻ്റെ അകത്ത്, ABCD. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ H കണ്ടുപിടിക്കാനുള്ള വഴി എന്തുവാണ്? അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്തല്ല? റൈറ്റ് ആംഗിൾ അല്ല. പക്ഷേ നമ്മൾ ആ ഹൈറ്റ് വരച്ചപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ പേര് ഇൻ ട്രയാങ്കിൾ BDA അല്ലെങ്കിൽ ABD. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ അവിടെ എന്തെടുക്കുക നമ്മൾ? ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് അറിയാം 8 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത് AD എന്ന് പറയുന്നത്. അപ്പം AD എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? sin 40 ഈസ് ഈക്വൽ ടു AD/AB. ഓക്കെ, sin 40 ഈസ് ഈക്വൽ ടു AD/AB. ഓക്കെ, അപ്പം AD/AB എന്ന് പറയുമ്പോൾ AD നമുക്ക് അറിഞ്ഞുകൂടാ, AB അറിയാം. പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ sin 40 ആണ്. അപ്പോൾ sin 40 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 30, 45, 60 ഇത് മൂന്നുമാണെങ്കിൽ നമ്മൾ കാണാൻ പിടിച്ചിരിക്കണം. ഇപ്പം ഇതിൻ്റെ ഇങ്ങനെയുള്ള 40 അങ്ങനെയുള്ള അളവുകളൊക്കെ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? ആൻഡ് ഇതിൻ്റെ വാല്യൂസ് sin 40യുടെയൊക്കെ വാല്യൂസ് ക്വസ്റ്റ്യൻ്റെ ബ്രാക്കറ്റിൽ തരും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് തൽക്കാലം ചെയ്യാനായിട്ട് ആ ടെസ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ അവസാനം എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആ വാല്യൂസ് എടുക്കുക. അപ്പോൾ sin 40യുടെ വില എന്ന് പറയുന്നത് ഏകദേശം 0.6428 ആണ്. 0.6428.
അപ്പോൾ രണ്ട് സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ 0.64. 0.64 ഈസിക്കൽ ടു എ ഡി എത്ര അറിഞ്ഞുകൂടാ, എ ഡി ബൈ എ ബി എത്ര 8. ഓക്കെ, എ ഡി ബൈ 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെയർഫോർ എ ഡി ഈസിക്കൽ ടു 8 ഇൻറ്റു 0.64. ഓക്കെ, എ ഡി ഈസിക്കൽ ടു 8 ഇൻറ്റു 0.64. ഓക്കെ, ഇനി എന്ത് ചെയ്യും, എ ഡി കിട്ടി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എ ഡി കിട്ടും. ചെയ്യാമല്ലോ, ഇത് ഇൻറ്റു ചെയ്താൽ മതി. ഇനി എന്ത് വേണം, ഏരിയ കണ്ടുപിടിക്കാനല്ലേ. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഏരിയ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച് അല്ലേ, ഹാഫ് ബി എച്ച് അല്ലേ. അപ്പം എന്ത് വരും, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ എ ഡി ആണ് എച്ച് എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എച്ചിന് വരാം. ഇവിടെ കിട്ടുന്ന വാല്യൂസ് എടുത്ത് ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിൻ്റെ ആൻസർ ആവും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The sides of a parallelogram are 8 cm and 12 cm and angle between them 50 degree. Calculate its area. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേറെ പാടൊന്നുമില്ല. ഒരു പാരലോഗ്രാമിൻ്റെ സൈഡ്സുകൾ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ്. 12 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഓക്കെ, അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാൻ വീണ്ടും ഇക്വേഷൻ എന്താണ്, ബി എച്ച്. അപ്പം ബി എന്ന് പറയുന്നത് 12 ആണ്, എച്ച് എന്ന് പറയുന്നത് ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ പേര് കൊടുക്കുന്നു, എ ബി സി ഡി ഇ. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യാം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യും, സൈൻ എടുക്കുക. സൈൻ 50 ഈസിക്കൽ ടു ഡി ഇ ബൈ എ ഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിലകൾ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ആ ഡിയുടെ വില കിട്ടും. സൈൻ 50ൻ്റെ വില എന്തോ, സൈൻ 50ൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ടെസ്റ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ സൈൻ 50ൻ്റെ വില എന്ന് പറഞ്ഞാൽ 0.7660. 0.7660. അപ്പം അതിന് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സ്ഥാനം 77 എടുക്കണം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 0.7660. അപ്പോൾ നമ്മൾ 4 സ്ഥാനോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 സ്ഥാനം ഇടുന്നത്. അപ്പോൾ 2 സ്ഥാനം ഇടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്ഥാനത്തോട്ട് കളയുകയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്തോട്ട് കളയുന്നത് 5ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 1 കൂട്ടിയെടുക്കണം. 5ൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, അത് മാത്രം അങ്ങ് എടുത്താൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 5ൽ കുറവായിരുന്നുകൊണ്ടാണ് അത് അതുപോലെ അങ്ങ് എടുത്തത്. ഇപ്പോൾ ഇവിടെ 7660 ആണ്. അപ്പം 6 ആണ് കളയുന്നത്. അപ്പോൾ അത് 5 കൂടുതലല്ലേ, അതുകൊണ്ടാണ് ഇപ്പുറത്ത് എന്ത് ചെയ്ത് കൊടുത്തത്, 1 കൂട്ടി കൊടുത്തത്. അപ്പം 0.77 ഈസിക്കൽ ടു ഡി ബൈ 8. അപ്പം ഡി കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി, 0.77 ഇൻറ്റു 8. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഡി കിട്ടും. അതേ ഇൻറ്റു ഇക്വേഷൻ ബി എച്ച്. അപ്പം ബി എച്ചിൽ കൊടുക്കുമ്പോഴത്തേക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, അതിൻ്റെ ഏരിയ ആവും. ഓക്കെ, ഇതാണ് സംഭവം. സിമ്പിൾ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The sides of a rhombus are 5 cm long and one of its angle is 100 degree. Compute its area. ഒരു റോംബസിൻ്റെ ആംഗിൾസ് 45 ആംഗിൾ 100 ഡിഗ്രി ആണ്. സൈഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെ ചെയ്യും, നമുക്കറിയാം റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്, റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റോംബസ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ സൈഡുകളും ഈക്വൽ ആണല്ലോ. അപ്പോൾ എല്ലാ സൈഡും 5 ആണ്. അപ്പോൾ 5 5 5 5 അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആംഗിൾ 100 ഡിഗ്രി ആണ്. അപ്പോൾ 100 ഡിഗ്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഇവിടെ കൊടുക്കാം 100 ഡിഗ്രി. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ 100 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രിഗണോമെട്രി ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് പറഞ്ഞു ട്രിഗണോമെട്രിക് വാല്യൂസ് എല്ലാം തന്നെ 0 to 90 ആയിരിക്കും. 0 മുതൽ 90 വരെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രിഗണോമെട്രി ചെയ്യുന്നത്. അപ്പം ഈ 100 എന്ന് പറയുന്ന സാധനം അതിൻ്റെ വെളിയിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ റോംബസിൻ്റെ പ്രത്യേകത ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആവും. അത് കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
അത് സപ്ലിമെൻ്ററി ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള 80 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 80, അവിടെ 100. അപ്പോൾ ഇവിടെ 80 വരുമ്പോഴത്തേക്ക് ഈ 80 ഇട്ട് നമുക്ക് ട്രയാങ്കിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പം എന്ത് ചെയ്യാം, ഇവിടെ ഹൈറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇത് ഹൈറ്റായി. അപ്പം ആംഗിൾ എത്ര? 80. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സൈൻ 80 എടുക്കും. സൈൻ 80 ഈസിക്കൽ ടു എന്താണ് പേര് കൊടുത്തിട്ടില്ല, ABCDE. അപ്പോൾ എന്ത് വരും, DE/AD. അപ്പം വിലകൾ കൊടുത്താൽ മതിയല്ല, സൈൻ 80ൻ്റെ വില നോക്കുക, എടുത്തു കൊടുക്കുക, ഇത് ചെയ്യുക. മനസ്സിലായോ? ഇത് ഇത്രേ ഉള്ളൂ സംഭവം. ഇത് വില കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തത് ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് 109ാമത്തെ പേജ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ബാക്കി നിങ്ങളൊന്ന് ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഡൗട്ടുള്ളത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.